എപ്പോഴേ എടുത്ത് ഞാൻ. ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് ഇത് ക്ലാത്തി മീനാണ്. ക്ലാത്തി മീനിന്റെ അത് വായും വെച്ചോണ്ട് ക്ലാത്തി മീനിന്റെ തൊലി ഇങ്ങനെ. കുട്ടി അങ്ങനെയല്ല, അത് മൊത്തത്തിൽ അറുത്ത വാലിന്റെ വരൂലോ എടുക്കാം. ഉരി ഞാൻ ഇന്നലെ മീൻ വാങ്ങിയപ്പോഴത്തേക്ക് ഞാൻ അവരോട് പറഞ്ഞ് ഇത് തൊലി എടുത്തിട്ട് വേണം തരാമെന്ന്. അപ്പൊ അവരെന്ത് ചെയ്തെന്നറിയാമോ, ഇതാ ഇങ്ങനെ ഇങ്ങനെ ഇതിന്റെ മാത്രം ഇങ്ങനെ തൊലി എടുത്തിട്ട് ബാക്കിയുള്ളത് അവരെൻ്റെ കൂടെ പറഞ്ഞ് ഇത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. ഇന്നലെ രാത്രി വാങ്ങിച്ചുകൊണ്ടെന്ന് അവരെൻ്റെ കൂടെ പറഞ്ഞ് ബാക്കി എടുക്കാൻ എളുപ്പമാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തന്നപ്പോഴത്തേക്കാണെങ്കിൽ ഞാൻ നോക്കിയിട്ട് ഒരു രക്ഷയും കാണുന്നില്ല. അതുകൊണ്ട് അവരിങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ വെച്ചിരുന്നു പറ്റിക്കാൻ വേണ്ടിയിട്ട്. ഒരു സൈഡ് തണ്ട് ഒന്നിൻ്റെ എടുത്തിട്ടില്ല. തണ്ട് കണ്ട പറ്റിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നത്. എന്ത് പറയുന്നു നോക്കണേ. പോകട്ടെ പോകട്ടെ. ഇതിനെ ഞാൻ ഇങ്ങനെ അവിടെ ഇടാതെ ഇപ്പൊ വരും ചട്ടിക്കകത്ത് എടുക്കുമെന്നുള്ളത് എനിക്ക് ഒരു പിടുത്തവും ഇല്ല. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇല്ലെങ്കിൽ എടുത്ത് ദൂരെ കളയാം. അല്ലാതെ ഒരു രക്ഷയുമില്ല. ഇത് മാത്രമാണ്, ഇതിന്റെ രണ്ട് സൈഡിലുള്ളത് മാത്രമാണ് അവര് അതോ അവിടെ എടുത്തെറിഞ്ഞതോ ഇപ്പൊ അത് തിന്നും. വരണമെങ്കിൽ അടിച്ച് ശരിയായി കളഞ്ഞ. ഇങ്ങനെ ഇതിന്റെ നമുക്ക് കുഴപ്പമില്ല കേട്ടോ. അത് പിച്ച് തന്നു, അതെടുത്ത് തന്നു. ഉരിച്ചെടുക്കണതാണ് പാട്. എന്റെ അടുത്ത് നോക്ക്, എന്നെ പോലെ ഒരാൾ ഇതായിരിക്കും. എങ്ങനെ ദൈവമേ. അതും വിചാരിക്കണം ഈ തള്ള ഒരു തള്ളയെ വേഷം കെട്ടിച്ച് വന്നാൽ പറ്റിക്കാൻ നോക്കുന്നു. അതും വിചാരിച്ചാണ് ഈ തള്ള ഇതെന്തോ ചെയ്യണമെന്ന്. ഞാനാണെങ്കിൽ ഇപ്പൊ ഒറ്റയടിക്ക് ഇപ്പൊ വലിച്ച് കടിച്ച് മുറിച്ച് 4-5 കഷ്ണമാക്കി തന്നെ. ഒരു രക്ഷയുമില്ല. കുട്ടി കാലിന്റെ ഇവിടെ വൈ, ഈ 2 വിരലിന്റെ ഇടയിൽ, 2 വിരലിന്റെ ഇടയിൽ വൈ. ഒരെണ്ണം ഇങ്ങനെ പൊക്കി പിടി. എന്റെ അതല്ല അല്ല ഇപ്പുറത്തെ സൈഡ് തോല്. വറുത്തരച്ച് ഉലുവയൊക്കെ ഇട്ട് വറുത്തരച്ച് കറി വെക്കാൻ വേണ്ടി ഭയങ്കര ടേസ്റ്റാണ്. ഇങ്ങനെ ഇങ്ങനെ കാണീര്, ഇങ്ങനെ താഴ്ത്തി വേ, എന്നിട്ട് ഇങ്ങനെ കാണീര് കുട്ടി. തിരി തിരി. വറുത്തരച്ച് തേങ്ങ ഒന്നും കൂടുതൽ അരക്കണ്ട. അമ്മയാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് എന്റെ തുണിയെ പൊരിച്ചെടുക്കും. എനിക്ക് അറിഞ്ഞൂടാ. ഉള്ളുകൊണ്ട് കുറച്ച് തേങ്ങയൊന്നും ഇതിന് കൂടുതൽ അരക്കണ്ട, കുറച്ചരച്ച് ഇങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ചെയ്യാ. കാലിന്റെ ഇവിടെ വിരലില് വയ്യ, ഇതിന്റെ ഇത് അതിന്റെ പേരെന്തോന്ന്, വാല്. ആ വിരലില് വൈ, വിരലില്. അങ്ങനെ ഇടി നന്ന പിടി, ആ വിരലില് പിടി. ഉരി ചതയോടെ വലിച്ച് പൂച്ചൊക്കെ എടുക്കും. അയ്യടാ മനമേ. എന്തമ്മേ ചുണ്ടത്ത് മല്ലിക്കൊഴുന്ന്. അപ്പോ ഭയങ്കര പാട്. ഈ മീന് നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ഉരിച്ചെടുത്തിട്ടുണ്ടോ? പക്ഷെ ഭയങ്കര ടേസ്റ്റ് കഴിക്കാൻ വേണ്ടി. അതാണ് പിന്നെ ഞാൻ വാങ്ങിയത്.
അല്ലെങ്കിൽ ഒരു കയറിലാറ്റ കെട്ടി അതിൻ്റെ ഇതിനെങ്ങനെ എന്നിട്ട് വലിച്ചാൽ മതി അവിടെ വെച്ച്. തോലോടെ വെച്ച എന്ത് റബ്ബർ പോലെയാ? ഞാൻ നോക്കിക്കോ. അടുത്ത് മീൻ വാങ്ങിക്കാൻ പോകുമ്പോ കടി തിളവിക്കോ. അങ്ങ് വീട്ടിലാറ്റ കൊണ്ടുകൊടു. നോക്ക് അതിനെ പിച്ച് എന്നെ കീറി. ഇനി ആ തലയിലുള്ളതിനെന്തിരി ഒരു രക്ഷയുമില്ല. അയ്യോ അതാ പറഞ്ഞു. എല്ലാം കൂടെ കൊണ്ടെടുത്തിട്ട് വാ. രക്ഷയില്ല ഗൈസ്. ഞാൻ ഇനി ഇതിനെ കൊണ്ട് എവിടെ കൊടുക്ക? അമ്മാമേരയിലാറ്റ കൊടു. അവിടെ ആന്റിയെ വിളിച്ച് ചോദിച്ചത് വിളിച്ച് തരുമോ? തലയൊന്നും ഉരിയൂല അല്ലാതെ. അല്ലാതെ എനിക്ക് വയ്യ. ഇത് ഒരു രക്ഷയുമില്ല. ഞാൻ വിചാരിച്ച ഒന്നും നടക്കില്ല. കണ്ട ഇതിന്റെ ഇതൊക്കെ അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിനടുത്ത് വേറൊരു ആന്റി ഉണ്ട്. ആന്റിയെ വിളിച്ച് ചോദിക്കാം, ആന്റി ഇത്തിരി ഇതിന്റെ തൊലി ഉരിച്ച് തരുമോ? അത് റെഡി ആയിട്ട് നിൽക്കണം. അതിന് ഇത്തിരി കൊടു, അത് ഉരിച്ചു തരും. ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് ഉരിക്കുമ്പോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അല്ലാതെ ഒരു രക്ഷയുമില്ല. അപ്പോ എന്റെ കൈയെല്ലാം ഉണ്ട് ഒറ്റ സൈഡല്ല. ഇത് ഇത്രയും ഇങ്ങനെ ഞാൻ ഉരിച്ച് തീർക്കും പറ്റൂല. ഞാൻ കൊണ്ട് ആന്റീൻ്റെ കയ്യിൽ കൊടുക്കാൻ പോകും. എൻ്റെ ചെടികളെല്ലാം മഴയായതുകൊണ്ട് ഇതൊക്കെ നിൽക്കുന്നു. എൻ്റെ ചെടികളെല്ലാം സൂം ചെയ്തൊന്ന് കാണിച്ചു. നിനക്കെന്ത് എന്താ എൻ്റെ ചെടികളൊക്കെ പൂത്തേക്കും. ചിത്രശലഭം എന്താ ചിത്രശലഭം. ഒരു റോസാപ്പൂ പൂത്തിയിട്ട് ഞാൻ അങ്ങനെ ഞാൻ മീൻ കഴിയലിൽ നിന്ന് തോറ്റ് പിന്മാറിയിട്ടുണ്ട്. കാക്കയെ നിനക്കൊന്നും കിട്ടിയില്ലേ ഇന്ന്? എന്തോ കിടക്കണം അതിന് പേരെടുത്തിട്ട്. അങ്ങനെ ഞാൻ തീരെടുത്തുകൊണ്ട് കൊടുക്കാം കേട്ടാ. അങ്ങനെ നമ്മൾ വേറെ ആൻറ്റീരെടുത്ത് കൊണ്ടു കൊടുക്കാം. നമ്മളെ മുയൽ കിടക്കുന്നില്ലേ, ആ ആൻറ്റീൻ്റെ വീട്ടിലാണ് കൊണ്ടു കൊടുക്കാൻ വന്നത്. മാങ്ങയും ഇഷ്ടം പോലെ മാങ്ങ എനിക്ക് കാണിച്ചോട്. ഇതുകൊണ്ട് പഴുത്തിരിക്കുന്നു മാങ്ങ. പഴുത്ത മാങ്ങ ഇതില് കാണാനില്ലേ? ഇവിടെ കാണാനില്ലേ? ആ അതാ മാംഗോസ് ആർതാ ഇതില് കാണാൻ. ഞാൻ തളർന്നു വന്നിരിക്കുന്നതാ. ആൻറ്റിക്ക് പ്രയാസം അതിൽ ഒരു മീനിനെ നോക്കി നോക്ക്, വലിച്ച് പൂച്ച് കുടലെല്ലാം വെളിയിലാക്കി. അതിനെ ഒടിച്ച് ഇങ്ങനെ എടുത്തിട്ടായിരിക്കും വലിച്ച് പൂച്ചെടുക്കാൻ. അത് തന്നെ ആൻറ്റീരെ കയ്യിലിരിക്കണ തന്നെ കുടലൊക്കെ വെളിയിൽ വന്ന് അമ്മ വലിച്ചു പൂച്ചെടുത്തു. പെണ്ണും അതുപോലെ വാങ്ങിക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് അവൾ പറഞ്ഞു അത് ഭയങ്കര ഇഷ്ടം, പക്ഷേ ഇത്
ഇതിന്റെ തൊലി വിരിക്കാനാണ് പാടെന്ന് പറയുന്നത്. അവർ പറഞ്ഞു അത് കൊണ്ടുപോ, കുഴപ്പമില്ല, നന്നായിട്ട് പെട്ടെന്ന് വിരിച്ചെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് തന്നെയല്ലേ. അവരാണെങ്കി എന്തൊരു മണ്ണൊക്കെ കയ്യില് അവർ കുരിച്ച് തരാൻ വേണ്ടി അവർ വിൽക്കാൻ വേണ്ടിയിട്ട് എന്തിന് എടുത്തോണ്ട് വരണത്? കയ്യില് മണ്ണൊക്കെ എന്തൊരു തേച്ചാണ് അവര്. അത് തന്നെ എല്ലാരും പറഞ്ഞവരെല്ലാം തൊലി ഉരിച്ചു കൊടുക്കണോ എന്ന് പറയണം. അപ്പോൾ പിന്നെ അവര് പിന്നെ അങ്ങനെയെങ്കിൽ അവർ വിൽക്കുമോ ഇത്? മാങ്കോ ഇരിക്കുന്നു ഗൈസ്, മാങ്ങ. ഞാൻ ഈ കിളവി ഇടുന്ന ഇതിന് കിളവി അവിടെ കിടന്ന് കുമ്മണായിരിക്കും. ദൈവമേ, എന്നെ ആര് രാവിലെ ഇങ്ങനെ കിടന്നിട്ട് പറയും. അത് ക്ലാത്തി വാങ്ങിച്ചോണ്ട് പോയി ആരെങ്കിലും ഒന്ന് മനസ്സിലാവും. ഞാൻ അതിന് കിളവിയിലൂടെ പറയില്ല. നിങ്ങളെ ഞാനാണെങ്കിൽ ഇതിന്റെ തൊലി എടുത്തെടുത്ത് പ്രാന്തി എന്ന്. അയ്യോ, ഇതിന്റെ കാലിന്റെ ഇതുണ്ട്, കാല് വിരലിന്റെ ഇടയിലൊക്കെ വെച്ചാണ് വലിച്ചു വാങ്ങിയത്. കണ്ണിനെയൊക്കെ അത് വലിച്ച് എടുക്കണ, കണ്ണിരിക്കട്ട്. വീണ് കിടന്ന ഒരു മാങ്ങ ആൻറ്റി വന്നപ്പോഴത്തേക്ക് ഇവിടെ ടെറസിൻ്റെ മുകളിൽ വീണ് കിടന്നത്. അപ്പോൾ അതിനെ എടുത്ത് കിച്ചുവിന് കൊടുത്ത് കിച്ചു അതാ അതിനെ കടിച്ച് വലിക്കുകയാണ്. ശാല എനിക്കും കൂടെ കടിക്കാൻ താണ്ണേ. ഇന്ന് മദേഴ്സ് ഡേ ആണ്, അപ്പോൾ നീ തിന്നണതെല്ലാം എനിക്കും തരണം. നിന്റെ വേസ്റ്റ് എനിക്ക് വേണ്ട, പണ എണീറ്റി പണ എണീറ്റ്. പട്ടി നിന്റെ പട്ടിയാ ഞാൻ. പട്ടിക്ക് കൊടുക്കണ ദിലീപിന് കൊടുക്കണ പോലെ നിന്റെ എൻ്റെ പട്ടിക്ക് വേണം. ഓ, എൻ്റെ പട്ടിക്ക് വേണം, എൻ്റെ പട്ടിക്ക്. ആ മാങ്ങ നിൽക്കണ മാങ്ങയൊക്കെ. അയ്യോ, എൻ്റെ മാങ്കോ താ. ആ ഓ, ഇനി ഇത് ഇന്നും പകുതി തരാനാ? താ, എനിക്ക് തന്നത്. ഞാൻ ഇത് തരൂല ഇനി. വായിലിട്ട നോക്കി പടി. അപ്പൊ ഞാൻ എന്റെ ജന്മക്ക് വാങ്ങില്ല. വേണ്ട ആൻറ്റി മീനിറക്കണ വേണ്ട, ഞാൻ ഇവിടെ കിടക്കുന്നു. ഓ, ഇതാ ആൻറ്റി പറഞ്ഞേ. എന്റെ മുയൽ കിടക്കണണ്ട, എന്റെ മുയൽ കിടക്കുന്നത് കണ്ടോ? കണ്ട റോസി, റോസമ്മ ഭയങ്കര പിണക്കുന്ന കേട്ടോ. പിന്നെ നീ മിണ്ടണ്ട പോ. കണ്ട മീൻ ഇറക്കണണ്ട, ഇതാണ് ഇങ്ങനെയാണ് മീൻ എടുക്കുന്നത്. ഞാൻ അവിടെ ഇട്ട് വലിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങൾ കണ്ടല്ല ഞാൻ അവിടെ ഇട്ട് വലിച്ചത്. ഇതിൻ്റെ പേരാണ് ക്ലാത്തി മീൻ. നിങ്ങൾ അവിടെ എന്തോന്ന് പേര് പറയുമെന്ന് പറയണേ. വേറെ എടുത്തില്ലേ ക്ലാത്തി?
ഞാൻ അന്ന് ക്ലാത്തി മരിച്ചിനി എന്ന് ഞാൻ ആരോടെ പറഞ്ഞപ്പോഴത്തേക്ക് അവർ ചോദിച്ചു ക്ലാത്തി എന്ന് വെച്ചാൽ എന്തോന്നു. ഈ സാധനമാണ് കേട്ടോ ക്ലാത്തി. നിങ്ങളവിടെ ഉണ്ടോ ഇല്ലേ? എന്ത് ഇതാ ഷർട്ടും പാൻറ്റും ഒക്കെ ഉണ്ട് ഇതിന്. അതാണ് ഇവിടുത്തെ. നിങ്ങളവിടെ ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ എന്ത് പേര് പറയും എന്ന് പറയണം. ഓ 2 കഷ്ണം. തിന്നു മതിയായ 2 മണിക്ക് ഇനി പാല് കാച്ചിന് പോകണം. എന്ത് ചെയ്യുമെന്തോ. ഇന്ന് 2 മണിക്ക് എൻ്റെ ആൻറ്റീരെ മോളെ വീട് പാല് കാച്ചു. അപ്പം അതിന് പോകണം. ഇതിനെ എന്ത് ചെയ്യും? ജോസ് രാവിലെ വന്ന് ബീഫ് എടുത്തോണ്ട് പോകും. നമുക്കിന്ന് ക്ലാത്തിയും അമ്മേരെ വീട്ടിൽ നിന്ന് ബീഫും. കിച്ചുവിനെ വിളിച്ച് കിച്ചുവിനെ ഇന്നലെ വിളിച്ച് കിടക്കുന്നു. ഇന്നലെ മെനഞ്ഞാന്ന് ഒക്കെ കിച്ചു പോണില്ല. ഞാൻ വരമാട്ടൻ ഞാൻ വലിച്ചതാ എടുക്കുകയാണ്. അതാ വലിച്ചെടുത്ത്. ഇതല്ല, ഇതിനപ്പുറവും ചാടിക്കടന്നവനാണീ കേക്കേ. ഇതല്ല, ഇതിനപ്പുറവും ചാടിക്കടന്നവളാണീ ലൈല. മാങ്ങയൊക്കെ ഇഷ്ടം പോലെ നിൽക്കുന്ന കേട്ടോ പഴുത്ത്. പക്ഷേ അന്യൻ്റെ മുതൽ ആഗ്രഹിക്കാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് നമ്മൾ തൊടുകയോ നമ്മൾ അടക്കുകയോ ഒന്നുമേ ഇല്ല. അതുകൊണ്ട് കാണാമോ എന്ന് തോന്നുന്നു നിങ്ങൾക്ക്. ഇടയിലൊക്കെ പഴുത്ത് നിൽക്കും. വേണ്ട, കണ്ടുകൂടല്ലേ. നമ്മളിങ്ങനെ മാങ്ങ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും, അത്ര തന്നെ കേട്ടാ. ഓക്കെ, ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ മീൻ ആൻറ്റി നല്ലവണ്ണം കഴുകിയതാ, വൃത്തിയാക്കി തന്നിട്ടുണ്ട്. ഇനി ഈ കവറിലാക്കുക, അതാണ് ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്. അടുത്ത സംരംഭം പൂച്ച. അത് പോണോ? ഇതൊക്കെ 2 എണ്ണം പോണം. ഇതൊക്കെ പൂച്ച പോയോ? ഭാഷണം